ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുരഭി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നോക്കാം. ഇതൊരു ചിക്കൻ റെസിപ്പിയാണ്, അതായത് ചിക്കൻ വരട്ടിയത്. ഇത് വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ്. എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. ഇവിടെ ചിക്കൻ ഞാൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്നിവയൊക്കെയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിൽ ഞാൻ നമ്മൾക്ക് ഏത് പാനിലാണോ നമ്മൾക്ക് ആക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിക്കാൻ വെക്കാം. അതിനുവേണ്ടി തീ ഓൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒരു അലുമിനിയം ചട്ടിയിലാണ് ചിക്കൻ വേവിക്കുന്നത്. അതിനാൽ പെട്ടെന്ന് അടുക്കി പിടിക്കാതിരിക്കാൻ ഞാൻ വളരെ കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ചിക്കൻ വേവുന്ന സമയത്ത് ഇതിൽ നിന്ന് തന്നെ വെള്ളം തനിയെ വരുന്നത് കാണാം. നിങ്ങളിപ്പോൾ കുക്കറിലാണ് വേവിക്കുന്നതെങ്കിലും നോൺ സ്റ്റിക്ക് പാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിലും കൂടുതൽ വെള്ളം ഒഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒഴിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കാരണം ചിക്കൻ വേവുന്ന സമയത്ത് ഇതിൽ നിന്നും തന്നെ തനിയെ വെള്ളം വരും. കൂടുതൽ വെള്ളമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ചിക്കൻ വേവാൻ കുറച്ച് സമയമെടുക്കും. അപ്പോഴേക്കും നമുക്ക് ചിക്കൻ്റെ മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കാൻ ഞാനിവിടെ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം ഉപയോഗിക്കാം. ഇനി ഇവിടെ ഈ ഓയിലൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ചേർത്തിട്ട് കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് സമയം ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് പച്ചമുളകും ഉണക്കമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ എരിവിന് ആവശ്യമായ ഉണക്കമുളകും പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ എരിവിന് എത്രത്തോളം വേണമോ അതിനനുസരിച്ചിട്ട് എടുക്കുക. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില ആഡ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കാം. അടുത്തതായി ഇവിടെ ഉള്ളിയാണ് ചേർക്കുന്നത്. ഇവിടെ 2 ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതും ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉള്ളി ചേർത്ത് കുറച്ച് സമയം നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി ഇവിടെ ഈ ഉള്ളി മെല്ലെ ആകട്ടെ, ഞാൻ തീ കുറച്ച് വെക്കുകയാണ്. അപ്പോഴേക്കും നമ്മളുടെ ചിക്കൻ എന്തായെന്ന് നോക്കാം. ഇവിടെ ചിക്കൻ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒഴിച്ച വെള്ളത്തിന് പുറമെ കുറച്ച് ചിക്കനിൽ നിന്നും വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റേണ്ടതുണ്ട്. ഞാനിവിടെ ഇനി അടച്ചു വെക്കുന്നില്ല, കുറച്ച് സമയം തുറന്ന് വെച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്തെടുക്കുകയാണ്. അപ്പോഴേക്കും നമ്മളുടെ ഈ ചിക്കനിലുള്ള കുറച്ച് വെള്ളം ഒന്ന് വറ്റി കിട്ടും. മുഴുവനായിട്ടും വറ്റിയിട്ടില്ലെങ്കിൽ കുറച്ചൊന്ന് വറ്റുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനിടയിൽ നമ്മുടെ ഉള്ളി വഴറ്റാൻ മറന്നു പോകരുത്, അടിക്ക് പിടിക്കാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്തെടുക്കാം. ഞാൻ ഉപ്പ് കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, ഇവിടെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, വറുക്കാത്ത മല്ലിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇവിടെ ഞാൻ ഓൾറെഡി ചിക്കനിൽ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ആദ്യം ചേർത്തിരുന്നു വേവിക്കുന്ന സമയത്ത്. അപ്പോൾ നിങ്ങളുടെ എരിവിന് ആവശ്യമായത് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ്. അതുകൊണ്ട് നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ചുള്ള എരിവൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ഈ മസാലയ്ക്ക് നമ്മുടെ ചിക്കൻ ചേർക്കാൻ സമയമായി. അപ്പോൾ നമ്മുടെ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്. കുറച്ച് വെള്ളം ഇരിപ്പുണ്ട്, അത് സാരില്ല. അത് നമ്മൾക്കിനി ഈ ഉള്ളി മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇനി മിക്സ് ചെയ്യാം. ഇനി ചിക്കനിലേക്ക് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്യാം.
ഇപ്പോൾ ചിക്കനിലുള്ള വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അതിനാൽ ഞാൻ വളരെ തീ കുറച്ച് വെച്ചിട്ടാണ് ഉള്ളത്. കാരണം ഇവിടെ ചട്ടി ആയതിനാൽ പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉള്ളതിനാൽ ഞാൻ തീ കുറച്ചിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തീ കുറച്ചിട്ടാണെങ്കിൽ നമ്മുടെ ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. കാരണം അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിലേക്ക് ഞാൻ മല്ലിയില കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ മല്ലിയില ചേർത്തതിന് ശേഷം കുറച്ച് സമയം വരട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ റെഡിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഇത് സ്വിച്ച് ഓഫ് ചെയ്ത് വാങ്ങി വെക്കാവുന്നതാണ്. പക്ഷേ ഞാനിവിടെ ഇപ്പോൾ ഓഫാക്കി വാങ്ങി വെക്കുന്നില്ല. ഇതിലേക്ക് ഞാനൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പോകുകയാണ്. തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. ഒരു 1/4 ഗ്ലാസ് കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി വെക്കാം. കുറച്ച് സമയം നിർത്താതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇതിലെ തേങ്ങാപ്പാൽ ഒഴിച്ചത് നന്നായിട്ടൊന്ന് വറ്റി വരേണ്ടതുണ്ട്. ഇതിലേക്ക് ആ ഒരു തേങ്ങാപ്പാലിൻ്റെ ഒരു ടേസ്റ്റ് കൂടി വരുമ്പോൾ ചിക്കൻ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും കഴിക്കുവാൻ. അതിനാലാണ് ഞാൻ തേങ്ങാപ്പാൽ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഒഴിവാക്കണമെങ്കിൽ അത് ഒഴിവാക്കാം. നേരത്തെ മല്ലിയില ഇട്ടില്ലേ, ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് കറി വാങ്ങി വെക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന തേങ്ങാപ്പാലൊക്കെ നല്ലപോലെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തീ കുറച്ച് വെക്കാം. വളരെ കുറച്ച് സമയം കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾക്കിത് ഇവിടെ ചിക്കൻ ഓഫാക്കി വെക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് കറി പോലെയാണ് വേണ്ടതെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം കൂടുതൽ വറ്റിക്കാതെ വാങ്ങി വെക്കാവുന്നതാണ്. ഇതിപ്പോൾ കുറച്ച് സമയം വഴറ്റിയതിന് ശേഷം നമ്മൾക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മല്ലിയില ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. മല്ലിയില ചേർത്തതിന് ശേഷം നമ്മൾക്കിവിടെ തീ ഓഫ് ചെയ്ത് ചിക്കനായിട്ട് വാങ്ങി വെക്കാം. അപ്പോൾ നല്ല സ്പൈസി ചിക്കനാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി, പൊറോട്ട എന്നിവയുടെയൊക്കെ കൂടാൻ പറ്റിയ നല്ലൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾക്ക് വീണ്ടും കാണാം. താങ്ക്